Hi everyone. In today's session, we are going to discuss about classical encryption techniques. Under that, we are going to cover symmetric cipher model and two methods coming under substitution techniques. So let's discuss one by one. So, most important automated tool for network and communication security is encryption, right? So, in order to maintain a secure communication between the sender and the receiver, we need some kind of an encryption techniques. So, there are two forms of encryption. One is conventional or symmetric or classical encryption, and the next one is public key or asymmetric encryption. അപ്പോൾ പബ്ലിക് കീനെ നമ്മൾ നോർമലി പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മളവിടെ അസിമെട്രിക് എൻക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. കാരണം സെൻഡറും റിസീവറും യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് ആയിരിക്കും. അവിടെ നമ്മൾ കീ പെയർ യൂസ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പം പറയാം. So here we are going to deal with conventional or symmetric encryption method പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. That means both the sender and the receiver are using the same key. ഒരേ കീ യൂസ് ചെയ്തിട്ട് ചെയ്യുവാണ്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് അതിനെ പ്രൈവറ്റ് കീ എൻക്രിപ്ഷൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും സിമെട്രിക് കീ എൻക്രിപ്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡീൽ ചെയ്യുന്നത്. സോ ക്ലാസിക്കൽ എൻക്രിപ്ഷൻ ടെക്നിക്ക് ഓർ സിമെട്രിക്കൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഇപ്പോൾ കൺവെൻഷണൽ ആയിരുന്നാലും ക്ലാസിക്കൽ ആയിരുന്നാലും സിമെട്രിക് ആയിരുന്ന ഇവർക്കെല്ലാം ഒരേ പേരാണ് കൺവെൻഷണൽ, സിമെട്രിക് ഓർ ക്ലാസിക്കൽ എൻക്രിപ്ഷൻ ടെക്നിക്സ്. അതായത് ഒരേ കീ തന്നെ എൻക്രിപ്ഷനും യൂസ് ചെയ്യുന്നുണ്ട്, ഡീക്രിപ്ഷനും യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അത്തരത്തിലുള്ള ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ സിമെട്രിക് ടെക്നിക്ക് എന്ന് വിളിക്കുക. ഓക്കെ, ഒരേപോലെ സെയിം കീ, ആ പറയുന്ന കീ ആയിരിക്കും നമ്മൾ സീക്രട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്, സീക്രട്ട് കീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ട്രസ്റ്റഡ് തേർഡ് പാർട്ടി എന്ത് ചെയ്യണം, ഈ കീനെ പ്രിസർവ്, അതായത് അറ്റാക്ക് ഒന്നും നടക്കുന്നില്ല എന്ന് എൻഷുവർ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത സൈഡിൽ, അതായത് റിസീവർ സൈഡിലത്തേക്ക് അയച്ചു കൊടുക്കാൻ. അപ്പോൾ നോർമലി നമ്മുടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി മോഡൽ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും ഇവിടെ നമ്മൾ പാസ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇൻപുട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും. ഈ പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് നമ്മൾ എൻക്രിപ്ഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യും. നമുക്ക് വെറും എൻക്രിപ്ഷൻ അൽഗോരിതം മാത്രം പോരാ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു സീക്രട്ട് കീയും കൂടി വെച്ച് എന്ത് ചെയ്യും, അതിനെ സൈഫർ ടെക്സ്റ്റിനകത്തേക്ക് മാറ്റും. ഈ സൈഫർ ടെക്സ്റ്റിനെ നെക്സ്റ്റ് അടുത്ത എൻറ്റിറ്റിയിൽ, that means a receiver സൈഡിലെത്തുമ്പോൾ with the same key, with the same secret key, he or she have to decrypt it. ഓക്കെ, ഇതാണ് നടക്കുന്നത്. So in the pictorial representation you can see that the plain text is given as an input for the encryption algorithm, and also we are providing the secret key. Okay, at the receiver end, using the decryption algorithm and also with the help of the same secret key, he or she is trying to get the actual plain text. Okay, ഇതാണ് കൺവെൻഷണൽ അല്ലെങ്കിൽ സിമെട്രിക് സൈഫർ മോഡലിൻ്റെ ഒരു ഫിഗർ. In conventional encryption algorithm, we use same key for encryption and decryption. The sentence is actually again repeating. The study of different schemes and algorithms for encryption. നമ്മൾ എൻക്രിപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അൽഗറിതംസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്കീമുകൾ, ഇതിനെയാണ് നമ്മൾ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞത്. In the last class, I think in the first session we already discussed about all these contents, like what is cryptography, what is cryptology, and what cryptanalysis is doing. All these contents we already discussed. Again we are repeating here. Cryptanalysis എന്താ ചെയ്യുന്നത്, ക്രിപ്റ്റനാലിസിസ് ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ പ്രിസർവ് ചെയ്ത് അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെസ്സേജിനെ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അതാണ് ക്രിപ്റ്റനാലിസിസ് ചെയ്യുന്നത്. ഈ ക്രിപ്റ്റനാലിസിസ് ആക്ച്വലി ഡീകോഡിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്തൗട്ട് എനി നോളജ്. he doesn't have any kind of hint about the secret key or nothing, but he is trying to gain the information without any knowledge. So it is also known as നമ്മൾ എന്തെന്നും പറയും, ബ്രേക്കിംഗ് ഓഫ് കോഡ് എന്നും പറയും. സോ the area of cryptography and cryptanalysis are combined together to known as cryptology എന്ന് വിളിക്കുന്നു. ഓക്കെ,
സോ നെക്സ്റ്റ് കംസ് ദ സിമെട്രിക്. നമ്മൾ ഇതിനകത്തിൽ ആദ്യം പഠിക്കാനുള്ളതാണ് സിമെട്രിക് സൈഫർ മോഡൽ അല്ലേ. സിമെട്രിക് ഒരേപോലെ എന്നർത്ഥം. അതായത് നമ്മൾ സെൻറ്റർ സൈഡിലും റിസീവർ സൈഡിലും യൂസ് ചെയ്യുന്നത് സെയിം കീ ആയിരിക്കും. ദ മോഡൽ കൺസിസ്റ്റ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് എൻക്രിപ്ഷൻ അൽഗോരിതം. Using a key encryption algorithm converts plain text to ciphertext-നകത്തേക്ക് മാറ്റുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട്. എൻക്രിപ്ഷൻ അൽഗോരിതത്തിൻ്റെ പുറത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. സോ ഡീക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ സൈഫർ ടെക്സ്റ്റിൽ നിന്നും പ്ലെയിൻ ടെക്സ്റ്റിനെ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സീക്രട്ട് കീ. ഓക്കെ, അപ്പോൾ സീക്രട്ട് കീ എന്താണെന്ന് ഞാനിനി പറയുന്നില്ല. സോ what are the main requirements for our symmetric cipher model? We already discussed in our network security model. നെറ്റ്വർക്ക് മോഡലിനകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം വേണം. ഈ എൻക്രിപ്ഷൻ അൽഗോരിതത്തിന് സെക്കൻഡ് വൺ ഇസ് we need a secret key in order to secure our content. അടുത്തതെന്ന് പറഞ്ഞാൽ നോ നീഡ് ടു കീപ് ദ അൽഗോരിതം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എൻക്രിപ്ഷൻ അൽഗോരിതം സീക്രട്ട് ആക്കണ്ട, ബട്ട് വി ഹാവ് ടു എൻഷുർ ദാറ്റ് അവർ കീ റിമെയിൻസ് സീക്രട്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. With the use of symmetric encryption, the principal security problem is maintaining the secret of the key. കാരണം എന്താണ്, സിമെട്രിക് എൻക്രിപ്ഷനകത്ത് നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കീനെ എങ്ങനെയെങ്കിലും നമുക്ക് സെക്യൂറായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഈ കീ ഒബ്റ്റെയിൻ ചെയ്ത് ഈ കീനെ ഒരു ഹാക്കറിന് ഈ കീ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഭയങ്കര ഈസി ആയിട്ട് അയാൾക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജിനെ അക്വയർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് കീനെ എത്രത്തോളം സേഫാക്കാൻ പറ്റുമോ അത്രത്തോളം സേഫാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മോഡലിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു കീനെ നമ്മൾ പുറത്ത് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ, പുറമേ നിന്നുള്ള ഒരാൾ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെസ്സേജും ലീക്കാകും. അപ്പോൾ കാരണം എന്താണ്, സിമെട്രിക് കീയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സെൻഡർ യൂസ് ചെയ്യുന്നതും റിസീവർ യൂസ് ചെയ്യുന്നതും ഇതേ കീ തന്നെയാണ്. സോ മോഡൽ ഓഫ് കൺവെൻഷണൽ ക്രിപ്റ്റോ സിസ്റ്റത്തിൻ്റെ ഒരു മോഡലാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. എക്സ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് സോഴ്സ് ഉണ്ടാകും. ആ മെസ്സേജ് സോഴ്സ് ഒരു മെസ്സേജ് ജനറേറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റ് ആയിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് ആയിരിക്കും. ആ എക്സിനെ ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം ഇട്ട് അതിനകത്തൊരു കീ, സെക്യൂർ ആയിട്ടുള്ളൊരു കെ എന്ന് പറഞ്ഞൊരു കീ പ്രൊവൈഡ് ചെയ്യും. ആ പ്രൊവൈഡ് ചെയ്യുന്ന കെയും കൂടി ചേർത്തിട്ട് ഒരു വൈ എന്ന് പറയുന്ന ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സൈഫർ ടെക്സ്റ്റിനകത്തേക്ക് മാറ്റും. അപ്പോൾ നമ്മുടെ ക്രിപ്റ്റ് അനാലിസ്റ്റാണ് അവിടെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒപ്പോണൻ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്രിപ്റ്റ് അനാലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇരുന്ന് ഈ പറയുന്ന വൈനെ എടുത്തിട്ട് അതിൽ നിന്നും ഒറിജിനൽ ടെക്സ്റ്റിനെയും കീനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് കഴിയുമ്പോൾ ഡീക്രിപ്ഷൻ അൽഗോരിതം വരുന്നു. ഡീക്രിപ്ഷൻ അൽഗോരിതം സെയിം കീ തന്നെ, നിങ്ങൾക്ക് ഇവിടെ ഈ ഫിഗർ നോക്കുമ്പോൾ അറിയാം എന്താണ്, ഡീക്രിപ്ഷൻ അൽഗോരിതവും സെയിം കീ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ കണ്ടൻറ്റിനെ ഡീക്രിപ്റ്റ് ചെയ്ത് എടുക്കുന്നു ഡെസ്റ്റിനേഷൻ സൈഡിൽ. ഓക്കെ, ബാക്കി നിങ്ങളിത് വായിച്ചേക്കുക. ഈ കണ്ടൻ്റ് എല്ലാം തേർഡ് പാർട്ടി, ഈ പറയുന്ന തേർഡ് പാർട്ടിക്ക് ഈ പറയുന്ന കീ സെക്യൂർ ആക്കുക, നമ്മുടെ ചാനൽ സെക്യൂർ ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് മെയിൻ ജോലി. അതായത് ട്രസ്റ്റഡ് തേർഡ് പാർട്ടി ആണെങ്കിൽ. ഓക്കെ, so you can see here how we will get the y എങ്ങനെയാണ് കിട്ടുന്നത്. y is actually the encrypted data. so encrypted data we are obtaining by ഒരു ഫംഗ്ഷൻ എൻക്രിപ്ഷൻ ആൽഗോരിതത്തിനകത്തേക്ക് നമ്മൾ കീയും അതുപോലെ തന്നെ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റും കൂടി കൊടുക്കുമ്പോഴാണ് ആ എൻക്രിപ്ഷൻ പ്രോസസ്സിനുള്ളിൽ കൊടുത്തു കഴിയുമ്പോൾ we will obtain y നമുക്ക് കിട്ടുന്നു. and also in the other end, at the other end what we are getting is we are trying to decrypt our original സൈഫർ ടെക്സ്റ്റിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒറിജിനൽ മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ വാട്ട് ഈസ് അവർ ഒറിജിനൽ മെസ്സേജ്? ഒറിജിനൽ മെസ്സേജ് ഇസ് എക്സ്. ആക്ച്വലി ഇൻ ദി ഡെസ്റ്റിനേഷൻ സൈഡ് we are with the same key k and using some kind of a decryption algorithm we are trying to decrypt y, the ciphertext y with the help of key into the original മെസ്സേജിനകത്തേക്ക് നമ്മളിവിടെ മാറ്റുന്നു. ഓക്കെ,
നെക്സ്റ്റ് വൺ ഈസ് ക്രിപ്റ്റോഗ്രഫിയുടെ കുറച്ച് ഫീച്ചേഴ്സാണ് നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള പോർഷൻസ്, അതായത് സെക്കൻഡ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂൾ എന്താണ് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളവിടെ കുറേ പ്രോബ്ലംസുകളൊക്കെയാണ് നമ്മളവിടെ നോക്കുന്നത്. ബട്ട് തേർഡ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളൊക്കെ കവർ ചെയ്യുന്നതാണ് ഈ ബ്ലോക്ക് സൈഫർ, സ്ട്രീം സൈഫർ, പിന്നെ സിമെട്രിക് എന്താണ്, നോൺ സിമെട്രിക് അൽഗോരിതംസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം. ബട്ട് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന കണ്ടൻറ്റാണ്. അതായത് ഏത് തരത്തിലുള്ള ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിന് സൈഫർ ടെക്സ്റ്റിനകത്തേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണുള്ളത്. അതായത് ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റിനകത്തേക്ക് മാറ്റാനായിട്ട് രണ്ട് തരത്തിലുള്ള എൻക്രിപ്ഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ട്രാൻസ്പോസിഷൻ. സോ അണ്ടർ ഈച്ച് ഓഫ് ദിസ് കാറ്റഗറി വി ഹാവ് ടു ഡിസ്കസ് സബ് കാറ്റഗറീസ്. അതായത് ഇതിനകത്ത് വരുന്ന കുറേ ടെക്നിക്സുകളുണ്ട്. Okay, for example, Caesar cipher, mono alphabetic cipher, polyalphabetic cipher, Wigner cipher, അങ്ങനെ കുറേ തരത്തിലുള്ള സൈഫറുകൾ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനകത്ത് പഠിക്കാനുണ്ട്. ട്രാൻസ്പോസിഷനകത്ത് രണ്ട് മെത്തേഡ്സുകൾ മാത്രമേ നിങ്ങൾക്ക് തൽക്കാലം പഠിക്കാനായിട്ട് പറയുന്നുള്ളൂ. ഓക്കെ, സോ പിന്നെ ഇവിടെ വരുന്നതിനകത്ത് ഡീകോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡീകോഡ് ചെയ്യാനായിട്ട് എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള അപ്രോച്ചസാണ് ഡീകോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്രിപ്റ്റ് അനാലിസിസ്, രണ്ടാമത്തത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഒന്നുമല്ല, ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടി ഒരു ഹാക്കർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി നമ്മുടെ കോഡിനെ നമ്മുടെ എന്താണ് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത്. സോ ക്രിപ്റ്റ് അനാലിസിസ് നോക്കാം നമുക്ക്. ഇറ്റ് അറ്റാക്സ് ഓൺ ദ നേച്ചർ ഓഫ് അൽഗോരിതം. ഏത് അൽഗോരിതം ആണെന്ന് നമുക്കറിയാം, ആ അൽഗോരിതവും അതിൻ്റെ കുറേ ഫീച്ചേഴ്സും യൂസ് ചെയ്തിട്ട് നമ്മൾ ആ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റിനകത്തേക്കുള്ള, അതായത് പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും നമുക്ക് അറിയാം, അപ്പോൾ അവർ തമ്മിലുള്ള ഒരു റിലേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുന്നു. അത് ഏത് അൽഗോരിതമാണ്, അവിടെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ എനിക്ക് എന്താണ് ഒറിജിനൽ മെസ്സേജിനെ ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ആണ് ക്രിപ്റ്റ് അനാലിസിസ് നോക്കുന്നത്. അതേസമയം ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് വെച്ചിട്ടും എനിക്ക് പറയുന്നത് പോലെ ഡീകോഡ് ചെയ്തെടുക്കാം. അതായത് അറ്റാക്കർ ട്രൈസ് എല്ലാ പോസിബിൾ കീസും അവിടെ നോക്കും. അതായത് എങ്ങനെയൊക്കെ നമുക്ക് അൽഗോരിതത്തിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള അൽഗോരിതംസ് ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ആ ഏതൊക്കെ തരത്തിലുള്ള അൽഗോരിതം ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, ആ രീതിയിലും ഇതുപോലെ ഹാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഏത് ടൈപ്പിലുള്ള അറ്റാക്ക് ആയിരുന്നാലും എന്താണ്, ഇഫ് either type of attack succeeds in deducing the key, the effect is catastrophic. All future and past message, അതായത് ഒരു സെയിം കീ ആണല്ലോ, അപ്പോൾ അതേ കീ യൂസ് ചെയ്തിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ ഈ പറയുന്നത് പോലെ ഡീകോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും കൂടി കോംപ്രമൈസ് ചെയ്യുന്നവിടെ ഇല്ലേ, ആ ഒരു മെസ്സേജും കൂടി ലീക്ക് ആവുന്നു. ഏതെങ്കിലും ഒരു കീ കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് ദാറ്റ് കീ ഈസ് യൂസ്ഡ് ഫോർ സം അതർ എൻക്രിപ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും അതും എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ ടെക്നിക്കാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ ടെക്നിക്കിനകത്ത് നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്നത് ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലെയിൻ ടെക്സ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അത് നമ്മൾ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും എഴുതുന്നത്. സോ ആ ഇംഗ്ലീഷ് ആൽഫബറ്റിന് ഓരോ ആൽഫബറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ആൽഫബറ്റിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു ആൽഫബറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം a substitution technique is one in which the letters of plain text are replaced by other letters or by numbers or by symbols. നമ്മൾ അതിനെ എന്താണ്, ഇത് തന്നെ ഇതാണ് നമ്മുടെ വേറൊരു ലെറ്റർ തന്നെ ആയിരിക്കണം എന്നില്ല, നമുക്ക് ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് കറസ്പോണ്ടിങ് നമ്പർ വെച്ചിട്ടോ വേറൊരു സിമ്പിൾ വെച്ചിട്ടോ റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, ഓറിട്ട് നിങ്ങൾ വായിക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ മെത്തേഡിലേക്ക് പോകാം. ആദ്യത്തെ മെത്തേഡാണ് സീസർ സൈഫർ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ആൽഫബറ്റിനകത്തുള്ള ഈച്ച് ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് വിത്ത് ദി ലെറ്റർ സ്റ്റാൻഡിങ് 3 places ഫർദർ ഡൗൺ ദ ആൽഫബറ്റ് ആണെന്ന് പറയുന്നത്.
ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നുമല്ല, ഒരു ആൽഫബറ്റ് ഉണ്ടെങ്കിൽ ആ ആൽഫബറ്റിൻ്റെ 3 പ്ലേസ് കഴിഞ്ഞിട്ട് വരുന്ന ആൾ വെച്ചിട്ടാണ് സീസർ സൈഫർ കറസ്പോണ്ടിങ് ലെറ്ററിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആദ്യമേ ABCD എഴുതി വെക്കുക, കറസ്പോണ്ടിങ്. Okay, yeah, I will do it in another page. Okay. അപ്പം നിങ്ങൾ ആദ്യമേ ആൽഫബറ്റ് ഈ രീതിയിൽ എഴുതി വെക്കുക. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ABCD ഈ ഒരു രീതിയിൽ എഴുതി വെക്കുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, ഞാൻ P എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാണ്. എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മീറ്റ് മീ ആഫ്റ്റർ ടോഗ പാർട്ടി എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്ലെയിൻ ടെക്സ്റ്റ്. മീറ്റ് മീ ആഫ്റ്റർ ദി ടോഗ പാർട്ടി. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് എന്താണ് സൈഫർ ടെക്സ്റ്റിനകത്തേക്ക് മാറ്റുവാണ് വേണ്ടത്. കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് ഞാൻ എൻ്റെ താഴെയാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ എം എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ ഇവിടെ നമ്മുടെ എം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കിടക്കുന്നത്. അതിൻ്റെ 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട്, അതായത് 3 ലെറ്റേഴ്സ് വെച്ചിട്ടാണ്, ആഫ്റ്റർ 3 ലെറ്റേഴ്സ് വെച്ചുള്ള ആണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. സോ ഇത് 1 2 3. അടുത്തത് ഏതാണ്? എമ്മിനെയും കൂടി കൂട്ടുക നിങ്ങൾ, അല്ലെങ്കിൽ തേർഡ് ലെറ്റർ ആക്കി നിങ്ങൾ എടുക്കുക. തേർഡ് ലെറ്റർ എന്ന് പറയുമ്പം എം കഴിഞ്ഞിട്ടുള്ള തേർഡ് ഏതാണ്? 1 2 3. ദാറ്റ് മീൻസ് P എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എമ്മിനെ റീപ്ലേസ് ചെയ്യുക. അടുത്ത ഇ നോക്കുക. ഇൻ്റെ തേർഡ് വരുന്നത് എന്താണ്? FGH. സോ H വെച്ചിട്ടായിരിക്കും. നെക്സ്റ്റും ഇ തന്നെയാണ്. സോ H വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ടി എന്ന് പറയുമ്പോൾ ഏതാണ്? ടി തേർഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ W ആണ്. സോ W എന്നു. നെക്സ്റ്റ് മീ എം എന്ന് പറയുമ്പോൾ ഏതാണ്? എം, അതിൻ്റെ തേർഡ് എന്ന് പറയുമ്പോൾ P ആണ്. ഇ എന്ന് പറയുന്നത് H ആണ്. നമ്മൾ ഓൾറെഡി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എ എന്ന് പറയുമ്പം എയുടെ തേർഡ് എന്ന് പറയുമ്പോൾ D ആണ്. എഫിൻ്റെ തേർഡ് എന്ന് പറയുമ്പോൾ I ആണ്. I. Next comes T. T, the third letter from T. Where is T? Okay. That is W, and E, third letter, that is H, and R, that is U, right? U. Then again comes T. Then you can see here the same combination are already exist. So H. So H, there comes K. Okay. K ആണോ? H അല്ലേ? H എന്ന് പറയുമ്പം IJK ആണ്. ഓക്കെ, നെക്സ്റ്റ് H, ദെൻ T. T നമ്മൾ ഓൾറെഡി ഉണ്ട്, W ആണ്. O വന്നിട്ടില്ല. O നമുക്കപ്പോൾ നോക്കാം, R ആണ്. സോ G. G is the first one, first letter, that is HIJ. Then comes the P, that is PQRS. S. Next A, that is D. R, that is U. T, that is W. And Y, that is, ഇവിടെ Y വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യുക. ഇത് 1, ഇത് 2, ഇത് തേർഡ് 1. ഓക്കെ, അപ്പോൾ അവിടെ B ആയിരിക്കും വരുന്നത്. സൈക്ലിക്കായിട്ട് റിപ്പീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സീസർ സൈഫർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സീസർ സൈഫർ ഇങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. റീപ്ലേസ് ഈച്ച് ലെറ്റർ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യുന്നത് ദ തേർഡ് ലെറ്റർ വെച്ചിട്ട് വേണം. തേർഡ് ലെറ്റർ ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ലെറ്റർ, അത് വെച്ചിട്ട് വേണം നിങ്ങൾ റീപ്ലേസ് ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, സോ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോർ ഈച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റർ പി എന്ന് പറഞ്ഞ ഓരോ പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് എടുക്കുന്ന ഓരോ ലെറ്ററിനും യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ സൈഫർ ടെക്സ്റ്റ് ലെറ്റർ C യൂസിങ് ദിസ് ഇക്വേഷൻ ആണ്. അതായത്
സൈഫർ ടെക്സ്റ്റ് എങ്ങനെയാണ്, നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് വരുന്ന ഏത് ആൽഫബറ്റാണോ അതിനകത്ത് നമ്മൾ 3 പ്ലേസസ് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്ത് അതിനകത്ത് വരുന്ന ലെറ്റർ വേണം റീപ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത്, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. പി നമ്മുടെ ഏതാണ് പി എന്ന് പറയുന്ന കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന ലെറ്റർ സപ്പോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നോർമലി എനിക്ക് തോന്നുന്നു 0 ആണെന്ന് തോന്നുന്നു, അതൊന്ന് കൺഫേം ആക്കണം. അപ്പോൾ എനിവേസ് അതാണ്. ഫോർ എക്സാമ്പിൾ ബി ആണെന്നിരിക്കട്ടെ, അത് 2 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നിരിക്കട്ടെ, ബി. അപ്പോൾ എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന ബി എന്ന് പറയുന്ന ലെറ്ററിനെയാണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം, 3 mod 26 യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 + 3 mod എന്താണ് 26, ദാറ്റ് ഈസ് 5 mod 26. അതായത് 5th പ്ലേസിൽ കിടക്കുന്ന ആളാരാണോ അയാളെ വെച്ചിട്ട് വേണം റീപ്ലേസ് ചെയ്യാൻ. അതാണ് ഇക്വേഷൻ പോകുന്നത്. അപ്പം ഐ തിങ്ക് 5 mod 26 ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ആയിരിക്കും. അപ്പോൾ 5 mod 26ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 എടുത്തെങ്കിൽ CDE ആയിരിക്കും. അതായത് സി എന്ന് പറയുന്നത് 3 ആയിരിക്കും, ഡി എന്ന് പറയുന്നത് 4 ആയിരിക്കും, ഇ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ ഈ വെച്ചിട്ടായിരിക്കും നമ്മളവിടെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, സോ ജനറലായിട്ട് നമുക്ക് പറയാം C = K, P. ദാറ്റ് ഈസ് കെ എന്ന് പറയുന്നത് ഇവിടെ കെ എന്ന് പറയുന്നത് നമ്മുടെ കീ ആണ്. കീ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എന്താണ് 3 ആൽഫബറ്റ്സ് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഫ്രം ദി ഒറിജിനൽ ആൽഫബറ്റ് യു ഹാവ് ടു സെലക്ട് ദ 3rd ആൽഫബറ്റ് സെലക്ട് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് P + K mod 26. ആൻഡ് ഹിയർ കറക്റ്റാണ്. ഇവിടെ കെ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to 25 വരെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആൽഫബറ്റും 0 വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 0 to 25 ആണ് കെ. അപ്പോൾ ഡീക്രിപ്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് ചെയ്യണം. അതായത് സൈഫർ ടെക്സ്റ്റിനെ എടുത്തിട്ട് -3 പ്ലേസസ് റീപ്ലേസ് ചെയ്യണം. അതായത് -K, C - K mod 26. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ക്രിപ്റ്റ് അനാലിസിസ് എങ്ങനെ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത്, ക്രിപ്റ്റ് അനാലിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാലോ, നമ്മുടെ കോഡിനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെ ബ്രേക്ക് ചെയ്യും, അയാൾക്ക് 26 പോസിബിലിറ്റീസ് നോക്കിയാൽ മതി. ഓരോ ലെറ്ററിൽ നിന്നും 3rd പൊസിഷൻ. അപ്പോൾ ഓരോ ലെറ്ററിൽ നിന്നും 3rd പൊസിഷൻ ആകുമ്പോൾ എൻ്റെ 26 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ 26 ആൽഫബറ്റ്സിൻ്റെ 3rd പ്ലേസിൽ കിടക്കുന്ന ഓരോ 26 ഏത് ആൽഫബറ്റ് എടുത്താലും 3ാമത്തെ പ്ലേസ് മാത്രം നോക്കി പോയാൽ മതി. അപ്പോൾ എത്ര തവണ നോക്കേണ്ടി വരും, 26 പോസിബിലിറ്റീസേ അവിടെ ഉള്ളൂ. അപ്പോൾ ക്രിപ്റ്റ് അനാലിസിസിന് ഈ പറയുന്ന പോലെ എന്താണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കോ യൂസ് ചെയ്തിട്ട്, കാരണം അയാൾക്ക് ആ ഒരു ഐഡിയ അറിയാം, അൽഗരിതം ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ബ്രൂട്ട് ഫോഴ്സ് ക്രിപ്റ്റ് അനാലിസിസ് ഈസ് ഈസിലി നമുക്കിവിടെ പെർഫോം ചെയ്യാം. ബിക്കോസ് ദർ ഈസ് ഓൺലി 26 പോസിബിലിറ്റീസ്. അപ്പോൾ ഈസി ആയിട്ട് ഈ പറയുന്ന സീസർ സൈഫറിനെ ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ടു യൂസ് ബ്രൂട്ട് ഫോഴ്സ് അനാലിസിസ്, അതായത് ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്സ് യൂസ് ചെയ്യണം എന്ന് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴൊക്കെയാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്, അതായത് എൻക്രിപ്റ്റ് ചെയ്യുന്നതും ഡീക്രിപ്റ്റ് ചെയ്യുന്ന അൽഗോരിതം അറിയാൻ പറ്റുമെങ്കിൽ, ഒരു ക്രിപ്റ്റ് അനാലിസിസിന് അറിയാമെങ്കിൽ അത് ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ 25 കീസ് മാത്രമേ ട്രൈ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന സീസർ സൈഫറിനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോണോ ആൽഫബറ്റിക് സൈഫർ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.